പൊന്നം കുണ്ടുചിറയിൽ ആധുനിക രീതിയിലുള്ള ഡയപ്പർ നശിപ്പിക്കാനുള്ള ഡയപ്പർ ഇൻസിനറേറ്റർ കതിരൂർ പഞ്ചായത്ത് ഒരുക്കുന്നു. 37 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത്. കുണ്ടുചിറയിലെ വൈദ്യുതി ശ്മശാനത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇൻസിനറേറ്റർ സ്ഥാപിക്കുന്നത്. കെട്ടിടം നിർമ്മാണം പുരോഗമിക്കുകയാണ്. മിഷനറികളാണ് പ്രധാനമായും സ്ഥാപിക്കേണ്ടത്. 2 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ബയോമെഡിക്കൽ ഇൻസിനറേറ്റർ മാതൃകയിലാണ് പ്രവർത്തിക്കുക. വീടുകളിൽ നിന്ന് ഡയപ്പറുകൾ ശേഖരിക്കാനുള്ള പ്രത്യേക സന്നദ്ധ പ്രവർത്തകരെ പഞ്ചായത്ത് ഒരുക്കും. കുട്ടികളും പ്രായമായവരും ഉള്ള വീടുകളിൽ ഡയപ്പർ നശിപ്പിക്കാനുള്ള സൗകര്യം ഇല്ലാതെ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. ഈയൊരു സാഹചര്യത്തിലാണ് ഡയപ്പർ ഇൻസിനറേറ്റർ പദ്ധതിക്ക് പഞ്ചായത്ത് രൂപം നൽകിയത്. ഡയപ്പർ നശിപ്പിക്കാനുള്ള സൗകര്യം ഇല്ലാതെ ആളുകൾ ഏറെ പ്രയാസപ്പെടുന്നതായി കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ പറഞ്ഞു. ഡയപ്പർ സംസ്കരിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കതിരൂർ ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടി ഒരു ഡയപ്പർ ഇൻസിനേറ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടി 25 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് 2 മാസം കൊണ്ട് അത് പൂർത്തിയാകും എന്നുള്ളതാണ് കരുതുന്നത്. ഇതോടുകൂടി മാലിന്യ സംസ്കരണ രംഗത്ത് കതിരൂരിൻ്റെ ഒരു നൂതനമായ ഒരു പ്രവർത്തനം കൂടി ഉൾപ്പെടുകയാണ്. ഇതുപോലെ തന്നെയാണ് മലബാറിൽ ആദ്യമായി വായുമലിനീകരണവും ജലമലിനീകരണവും തടയുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള ഒരു ഗ്യാസ് ക്രെമറ്റോറിയം കതിരൂരിൽ ആരംഭിച്ചത്. അതിനിപ്പോൾ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബർണർ കൂടി സ്ഥാപിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപ് ശ്മശാനത്തോട് ചേർന്നുള്ള സ്ഥലത്ത് ബയോ പാർക്ക് എന്ന പേരിൽ ജൈവ മാലിന്യ പരിപാലന കേന്ദ്രം തുടങ്ങിയിരുന്നു. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നിരവധി പുരസ്കാരങ്ങൾ കതിരൂർ ഗ്രാമപഞ്ചായത്തിനു ലഭിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.